أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഹുനൈൻ യുദ്ധത്തിൽ ശത്രുക്കളുടെ അമ്പെയ്ത്തു കാരണം മുസ്ലിം സൈന്യത്തിൽ പരിഭ്രാന്തി ഉണ്ടായതിനെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു സൂറത്തുന്നൂറിലെ 64-ാം ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു പ്രവാചകനോടുള്ള അനുസരണം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. ആയത്ത് പ്രകാരമാണ്: ലാ തജ്അലു ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ ഖദ് യഅലമുഹുല്ലാഹു അല്ലസീന യതസല്ലലൂന മിൻകും ലിവാദാ ഫൽയഹ്ദറില്ലസീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. തർജ്ജമ ഇപ്രകാരമാണ്: സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെയെങ്കിലും ദേവദൂതൻ വിളിക്കുന്നത് നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ നിങ്ങൾ ഗണിക്കരുത്. അന്യരെ മറ പിടിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് കൂടിയാലോചന സദസ്സ് വിട്ട് രഹസ്യമായി മാറിക്കളയുന്നവരെക്കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. അതിനാൽ അദ്ദേഹത്തിൻ്റെ, അതായത് ദേവദൂതൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നവരെ വല്ല വിപത്തു ബാധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ ലഭിക്കുകയോ ചെയ്യുന്നതിനെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു: ഇമാമിൻ്റെ ശബ്ദത്തിന് മുന്നിൽ വ്യക്തികളുടെ ശബ്ദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങളുടെ ചെവികളിൽ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉടൻ തന്നെ അതിന് ലബ്ബൈക്ക് പറയുകയും ഉത്തരം നൽകുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ധൃതിപ്പെടുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ കടമ. അതിലാണ് നിങ്ങളുടെ പുരോഗതിയുടെ രഹസ്യം കുടിക്കൊള്ളുന്നത്. ഒരു വ്യക്തി ആ സമയത്ത് നമസ്കാരത്തിലാണെങ്കിൽ പോലും നമസ്കാരം നിർത്തി റസൂലിൻ്റെ ശബ്ദത്തിന് ഉത്തരം നൽകുകയാണ് അയാളുടെ ഉത്തരവാദിത്വം. എന്തായാലും നബിയുടെ ശബ്ദത്തോട് ഉടനടി പ്രതികരിക്കുക, ലബ്ബൈക്ക് പറയുക എന്നത് അനിവാര്യമായ കാര്യമാണ്. മറിച്ച് അത് വിശ്വാസത്തിൻ്റെ, ഈമാൻ്റെ ഒരു പ്രധാന സാക്ഷ്യമാണ്, ഒരു മഹത്തായ അടയാളമാണ്. അള്ളാഹു സത്യവിശ്വാസികളെ ഉപദേശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ വിളിക്കുമ്പോൾ ആ വിളിയെ മറ്റുള്ളവർ നിങ്ങളെ വിളിക്കുന്നത് പോലെ കരുതരുത്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ലബ്ബൈക്ക് പറയുക, ഉത്തരം നൽകുക. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 2 വ്യത്യസ്ത നിലകളുണ്ട് എന്ന് ഇത് കാണിക്കുന്നു. ഒന്ന് ഒരു ഭൗതിക നേതാവ് എന്ന നിലയിലും മറ്റൊന്ന് ഒരു പ്രവാചകൻ എന്ന നിലയിൽ. ഭൗതിക നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ
ഒരു മതപരമായ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ലബ്ബൈക്ക് പറയുന്നത് കൂടുതൽ പ്രാമുഖ്യമുള്ള കാര്യമാണ്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇവിടെ ഹുനൈൻ യുദ്ധത്തിലെ ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് മക്കയിലെ സത്യനിഷേധികൾ ഹുനൈൻ യുദ്ധസമയത്ത് ഇന്ന് ഞങ്ങളുടെ യുദ്ധവീര്യം പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞ് മുസ്ലിം സൈന്യത്തിൽ ചേരുകയും എന്നാൽ അവർ ബനു സഖീഫിന്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുകയുമുണ്ടായി. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും വെറും 12 സഹാബികൾ മാത്രം അവശേഷിക്കുകയുണ്ടായി. 10,000 പേരടങ്ങുന്ന മുസ്ലിം സൈന്യത്തിൽ ആകെ പരിഭ്രാന്തി പടർന്നു. 3000 അമ്പെയ്ത്തുകാരുള്ള ശത്രു സൈന്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത്തും വലത്തുമുള്ള കുന്നുകളിൽ കയറി തിരുമേനിക്ക് നേരെ അമ്പുകൾ വർഷിച്ചു. എന്നിട്ടും തിരുമേനി ഒരടി പിന്നോട്ടടിക്കാതെ മുന്നോട്ട് തന്നെ കുതിക്കുകയുണ്ടായി. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അസ്വസ്ഥനായിക്കൊണ്ട് തിരുനബിയുടെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ജീവൻ അങ്ങേക്ക് തെണ്ടമായിരിക്കട്ടെ. ഇത് മുന്നോട്ട് കുതിക്കാനുള്ള സമയമല്ല. മുസ്ലിം സൈന്യം വീണ്ടും സംഘടിച്ച ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആവേശത്തോടെ തൻ്റെ കുതിരയുടെ കടിഞ്ഞാൺ വിടുക എന്ന് പറഞ്ഞു. എന്നിട്ട് കുതിരയെ ചവിട്ടി വേഗത്തിലാക്കി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അന നബിയുൽ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അതായത് ഞാനൊരു വാഗ്ദത്ത പ്രവാചകനാണ്. എൻ്റെ സംരക്ഷണത്തിന് ശാശ്വതമായ വാഗ്ദാനമുണ്ട്. ഞാനൊരു വ്യാജനല്ല. അതുകൊണ്ട് നിങ്ങൾ 3000-ഓ 30,000-ഓ അമ്പെയ്ത്തുകാരാകട്ടെ, എനിക്ക് നിങ്ങളൊരു വിഷയമേ അല്ല. അല്ലയോ ബിംബാരാധകരെ, എൻ്റെ ധീരത കണ്ട് നിങ്ങൾ എന്നെ ദൈവമായി കരുതരുത്. ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ പുത്രൻ അഥവാ പേരക്കുട്ടിയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയാപ്പ പിതൃവ്യൻ ഹസ്രത്ത് അബ്ബാസിന്റെ ശബ്ദം വളരെ ഉയർന്നതായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അബ്ബാസ് മുന്നോട്ട് വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക, സൂറത്തുൽ ബഖറയുടെ സഹാബികളെ, അതായത് അല്ലയോ സൂറത്തുൽ ബഖറ ഹൃദിസ്ഥമാക്കിയവരെ, അതുപോലെ ഹുദൈബിയയിലെ മരത്തിന്റെ താഴെ ബയ്യത്ത് ചെയ്തവരെ, അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയാൻ ഏൽപ്പിച്ചു. ഒരു സഹാബി പറയുന്നു, നവമുസ്ലിങ്ങളായ മക്കക്കാരുടെ ഭീരുത്വം കാരണം മുസ്ലിം സൈന്യത്തിന്റെ മുൻനിര പിന്നോട്ട് ഓടിച്ചിതറിയപ്പോൾ ഞങ്ങളുടെ കുതിരകളും ഓടാൻ തുടങ്ങി. ഞങ്ങൾ അവയെ തടയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവ പിന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഹസ്രത്ത് അബ്ബാസിന്റെ ശബ്ദം യുദ്ധക്കളത്തിൽ മാറ്റൊലി കൊണ്ടു, അല്ലയോ സൂറത്തുൽ ബഖറയുടെ സഹാബികളെ. അദ്ദേഹം സൂറത്തുൽ ബഖറയുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞത് അത് മദീനയിൽ വെച്ച് ആദ്യമായി അവതരിച്ച സൂറത്തായിരുന്നതുകൊണ്ടും ചെറു സംഘത്തിന് അള്ളാഹുവിന്റെ കൽപ്പനയാൽ വൻ സംഘത്തോട് വിജയിക്കാൻ കഴിയുമെന്ന വാഗ്ദാനമുള്ള ആയത്ത് അതിൽ ഉള്ളതിനാലും അതുപോലെ തങ്ങളുടെ കരാറുകളും പ്രതിജ്ഞകളും പൂർത്തീകരിക്കാനുള്ള ഉപദേശം ഉള്ളതുകൊണ്ടുമായിരുന്നു. ഹുദൈബിയയിലെ മരത്തിന്റെ താഴെ ബയ്യത്ത് ചെയ്തവരെ, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുന്നു. ആ ശബ്ദം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മറിച്ച് മരിച്ചവനാണ്. ഇസ്രാഫീലിന്റെ കാഹളം അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണെന്നും എനിക്ക് തോന്നി. മലക്കുൽ മൗത്തിന്റെ. ഞാൻ എൻ്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ ശക്തിയായി വലിച്ചു. അതിൻ്റെ തല അതിൻ്റെ പുറത്ത് പതിച്ചു. പക്ഷെ അതിന് വിളറി പിടിച്ചിരുന്നു, മതം പിടിച്ചിരുന്നു. ഞാൻ കടിഞ്ഞാൺ അയച്ചപ്പോൾ അത് വീണ്ടും പിന്നോട്ടോടി. അപ്പോൾ ഞാനും എൻ്റെ പല കൂട്ടുകാരും വാളുകൾ ഊരിയെടുത്തു. ചിലർ ഒട്ടകപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി, ചിലർ ഒട്ടകങ്ങളുടെ കഴുത്തറുത്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം മക്കയിലേക്ക് നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന 10,000 സ്വഹാബിമാരുടെ സൈന്യം തിരുമേനിക്ക് ചുറ്റും ഒത്തുകൂടി. കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ കുന്നുകളിൽ കയറി ശത്രുവിനെ തറം പറ്റിച്ചു. ആ ഭയാനകമായ തോൽവി അങ്ങനെ ഒരു മഹത്തായ വിജയത്തിന് വഴിമാറി.
അതുപോലെ ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്വയെ ഹസന എന്ന പ്രഭാഷണത്തിലും ഈ സംഭവം വിവരിക്കുകയുണ്ടായി. മക്ക വിജയശേഷം ചില അറബ് ഗോത്രങ്ങളുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. മക്കയിലെ ധാരാളം ആളുകൾ പുതിയതായി ഇസ്ലാം സ്വീകരിച്ചിരുന്നതിനാൽ അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അണിചേർന്നു. കൂടാതെ ഇസ്ലാം സ്വീകരിക്കാത്ത ചിലരും തങ്ങളുടെ പ്രതാപവും പ്രൗഢിയും കാണിക്കാനും അതുപോലെ ഗോത്രാഭിമാനത്തിന്റെ പേരിലും മുസ്ലിം സൈന്യത്തിൽ അണിചേർന്നു. അവർ തങ്ങളുടെ ആധിക്യത്തെയും ശക്തിയെയും കുറിച്ച് വമ്പ് നടിക്കാൻ തുടങ്ങി. ഞങ്ങൾ ബഹുഭൂരിപക്ഷമാണെന്നും ഇന്ന് ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാനാകില്ലെന്നും പറയാൻ തുടങ്ങി. അള്ളാഹു അവർക്ക് ഈ അഹങ്കാരത്തിന്റെ ശിക്ഷ നൽകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. അതായത് മുസ്ലിം സൈന്യം മുന്നോട്ട് പോയപ്പോൾ ശത്രുക്കൾ പതിസ്ഥലത്ത് മറഞ്ഞിരുന്നു. അവരുടെ വിദഗ്ധരായ അമ്പെയ്ത്തുകാരിൽ ചിലർ വലതുവശത്തും ചിലർ ഇടതുവശത്തും മറഞ്ഞിരുന്നു. സൈന്യം ഈ സ്ഥലം കടന്നുപോയപ്പോൾ മറഞ്ഞിരുന്ന ആയിരക്കണക്കിന് അമ്പെയ്ത്തുകാർ പെട്ടെന്ന് മുസ്ലിം സൈന്യത്തിന് നേരെ അമ്പെയ്ത്ത് നടത്തി. തുരുതുര അമ്പെയ്തു. ഇത് കണ്ട് ദുർബലരായ പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകളും അതുപോലെ തന്നെ ഇളമുറക്കാരും വെറും ഗോത്രാഭിമാനം കാരണം മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന മക്കയിലെ അവിശ്വാസികളും ഭയന്ന് യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോയി. ഈ അവസ്ഥയിൽ മുൻനിരയിലുള്ളവർ ഓടിപ്പോകുമ്പോൾ പിൻനിരയിലുള്ളവരുടെ കുതിരകളും ഒട്ടകങ്ങളും ഓടാൻ തുടങ്ങും. അത് തന്നെയായിരുന്നു ഈ യുദ്ധത്തിലും സംഭവിച്ചത്. ആ പുതുമുസ്ലിങ്ങളും അവിശ്വാസികളും അമ്പുകളുടെ ആക്രമണം സഹിക്കാതെ ഓടിപ്പോയപ്പോൾ സ്വഹാബികളുടെ കുതിരകളും ഒട്ടകങ്ങളും കുതിറി ഓടാൻ തുടങ്ങി. അങ്ങനെ മുഴുവൻ മുസ്ലിം സൈന്യവും ചിന്നിച്ചെതറിപ്പോയി. എത്രമാത്രം അരക്ഷിതാവസ്ഥ വർദ്ധിച്ചെന്നാൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും 12 ആളുകൾ മാത്രം അവശേഷിച്ചു. ബാക്കി എല്ലാവരും യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോയിരുന്നു. ഇത് കണ്ട് ഹസ്രത്ത് അബ്ബാസ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് പിടിച്ചു നിൽക്കേണ്ട സമയമല്ല. കുതിരയുടെ കടിഞ്ഞാൺ പിറകോട്ട് തിരിച്ച് മടങ്ങിപ്പോവുക. മുസ്ലിം സൈന്യത്തെ വീണ്ടും സംഘടിപ്പിച്ച ശേഷം നമുക്ക് ആക്രമിക്കാം. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൈവത്തിന്റെ പ്രവാചകന്മാർ യുദ്ധരംഗത്ത് നിന്നും ഒരിക്കലും പിന്തിരിഞ്ഞോടാറില്ല. ഇത് പറഞ്ഞ ശേഷം തിരുമേനി കുതിരയുടെ കടിഞ്ഞാൺ ഉയർത്തി അതിനെ മുന്നോട്ടേക്ക് തെളിച്ചു. എന്നിട്ട് പറഞ്ഞു, അനൻ നബിയുല കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്, കള്ളനല്ല. ഇന്ന് ഞാൻ ഈ അമ്പെയ്ത്തുകാരെ ഭയപ്പെടുന്നില്ല. 4000 അമ്പെയ്ത്തുകാരാൽ ചുറ്റപ്പെട്ടിട്ടും ഞാൻ മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത്. ഈ ദൃശ്യം കണ്ട് എന്നെ ദൈവമെന്ന് നിങ്ങൾ കരുതരുത്, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ഗുണങ്ങളുണ്ടെന്നും നിങ്ങൾ കരുതരുത്. ഓർക്കുക, ഞാൻ ഒരിക്കലും ദൈവമല്ല. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രൻ മാത്രമാണ്. പക്ഷേ ഈ ആളുകൾ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികളാണ്. അതായത് പ്രവാചകന്മാരും ദൂതന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ദൈവോന്മുഖരും ദൈവത്തെ നിദർശിപ്പിക്കുന്ന വ്യക്തികളുമാണ്. ഈ അവസ്ഥ സംജാതമായപ്പോൾ ശത്രുക്കൾ മുസ്ലിങ്ങളെ തോൽപ്പിച്ചെന്ന് കരുതി സന്തോഷിച്ചു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബ്ബാസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അബ്ബാസ്, വിളിച്ചു പറയുക, അൻസാറുകളെ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു. ഹദരത്ത് അബ്ബാസ് ഉച്ചത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്യം ആവർത്തിച്ചു, അൻസാറുകളെ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു. ഒരു അൻസാരിന്റെ വിവരണം അനുസരിച്ച് ഞങ്ങളുടെ കുതിരകളും ഒട്ടകങ്ങളും ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിരുന്നു. മക്കയുടെയും മദീനയുടെയും ഇടയിൽ അവ നിൽക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. മക്കയിലെ ആയിരക്കണക്കിന് ആളുകൾ ഓടിപ്പോയതിനാൽ അവ വളരെയധികം ഭയചകിതരായിരുന്നു. അവ എങ്ങനെയും തിരിച്ചു വരുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ യാത്രാമുഖങ്ങളുടെ കടിഞ്ഞാൺ വലിക്കുന്നത് എത്രയധികം ശക്തി ഉപയോഗിച്ചു എന്നാൽ അവയുടെ മുഖം വാലിനോട് മുട്ടുമായിരുന്നു. എന്നിട്ടും അവ പിന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഈ അവസ്ഥയിലായിരുന്നപ്പോൾ ഹദരത്ത് അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു, അൻസാറുകളെ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഒരാൾ ഞങ്ങളെ വിളിക്കുകയാണെന്നല്ല, മറിച്ച് അത് ഖയാമത്ത് നാളാണെന്നും
മരിച്ച ആത്മാക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇസ്രാഫീലിന്റെ കാഹളം ഊതുകയാണെന്നും ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ലോകത്തെക്കുറിച്ചോ ലോകത്തുള്ളവരെക്കുറിച്ചോ ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ശബ്ദം മാത്രമായിരുന്നു ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടത്. അത് ഹസ്രത്ത് അബ്ബാസിന്റെ ശബ്ദമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ എല്ലാ ബലഹീനതയും വിട്ടുപോയി തുടങ്ങി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുതിരകളെയും ഒട്ടകങ്ങളെയും തടയാൻ കഴിയില്ലെന്ന ഒരു തോന്നൽ ഞങ്ങളിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അവസാനമായി ശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ കുതിരകളെയും ഒട്ടകങ്ങളെയും തിരിക്കാൻ പൂർണ്ണമായി ശ്രമിച്ചിരുന്നു. തിരിഞ്ഞവ തിരിഞ്ഞു. തിരിയാത്തവയുടെ കഴുത്തറുത്ത് ഞങ്ങൾ വാളുകൾ ഊരിയെടുത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഓടി. ഇവർ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനിൽ നിന്നും പ്രയോജനം നേടിയവരാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്വം പോലെ എത്ര വലിയ അപകടം നേരിട്ടാലും അള്ളാഹു തിരുമേനിയുടെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കില്ലായിരുന്നു. എപ്പോഴും ദൃഷ്ടിയിലുണ്ടായിരുന്നു അള്ളാഹു. അതേ മഹത്വം തങ്ങളുടെ പദവിക്കനുസരിച്ച് സ്വഹാബികളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിന്റെ പരിശീലനത്തിന്റെ കീഴിൽ സംജാതമായിരുന്നു. ഹുനൈനിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആരൊക്കെയാണ് ഉറച്ചു നിന്നത് എന്നുള്ള ഒരു വിവരണത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹദ്രത്ത് ഇബ്നു മസ്ഊദിൽ നിന്നും ഒരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹുനൈൻ യുദ്ധത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. തിരുമേനിയുടെ അടുത്ത് മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഏകദേശം 80 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. ഞങ്ങൾ ഉറച്ചു നിന്നു. ഞങ്ങൾ മുഖം തിരിഞ്ഞോടിയില്ല. ഇവർക്ക് മേലാണ് അള്ളാഹുവിൻ്റെ സക്കീന സമാധാനം ഇറക്കിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കോവർ കഴുതപ്പുറത്തായിരുന്നു. ഒരു ചുവട് പോലും പിന്നോട്ടേക്ക് നീങ്ങിയില്ല. അവിടുത്തെ കോവർ കഴുത കുനിഞ്ഞപ്പോൾ അവിടുന്ന് അതിൻ്റെ പുറത്തു നിന്ന് താഴേക്ക് കുനിഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങ് മുകളിലേക്ക് ഉയരട്ടെ, അള്ളാഹു അങ്ങയെ ഉയർത്തുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരു കൈ നിറയെ മണ്ണ് തരൂ. ഞാൻ ഒരു പിടി മണ്ണ് എടുത്തു കൊടുത്തു. അവിടുന്ന് ആ മണ്ണെടുത്ത് ശത്രുമുഖത്തേക്ക് എറിഞ്ഞു. അവരുടെ കണ്ണുകൾ മണ്ണുകൊണ്ട് മൂടി. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, മുഹാജിറുകളും അൻസാറുകളും എവിടെ? ഞാൻ പറഞ്ഞു, അവർ ഇവിടെ സന്നിഹിതരാണ്. അവിടുന്ന് പറഞ്ഞു, അവരെ വിളിക്കൂ. ഞാൻ അവരെ വിളിച്ചു. അവർ അവരുടെ വാളുകൾ വലതു കൈകളിൽ ഏന്തിക്കൊണ്ട് വന്നു. ബിംബാരാധകർ അങ്ങനെ തോറ്റു തുന്നം പാടി. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ആളുകൾ ഓടിച്ചിതറിപ്പോയപ്പോൾ, അതായത് മുസ്ലിം സൈന്യത്തിൽ പരിഭ്രാന്തി ഉണ്ടായപ്പോൾ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏകദേശം 100 പേർ മാത്രം അവശേഷിച്ചു. ആ സമയത്ത് അവിടുന്ന് ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലക്കൽ ഹംദു വ ഇലൈക്കൽ മുസ്തഖ വ അൻതൽ മുസ്തആൻ. അതായത്, അള്ളാഹുവേ, സർവസ്തുതിയും നിനക്കാണ്. ഞങ്ങൾ നിന്നോട് മാത്രമാണ് പരാതിപ്പെടുന്നത്. സഹായത്തിനായി നിന്നോട് മാത്രമാണ് ഞങ്ങൾ തേടുന്നത്. അപ്പോൾ ഹസ്രത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, മൂസ അലൈഹി ഇസ്ലാമിന് സമുദ്രം പിളർന്ന ദിവസം പഠിപ്പിച്ച അതേ വാക്കുകൾ തന്നെയാണ് തിരുനബിക്കും ഇറങ്ങിയിരിക്കുന്നത്. ഹസ്രത്ത് ഹാരിസ് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു, ആളുകൾ പിന്തിരിഞ്ഞോടിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏതാണ്ട് 100 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഹദരത്ത് അനസിൽ നിന്നും ഒരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു, അതേ ദിവസം, അതായത് ഹുനൈൻ യുദ്ധത്തിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊണ്ടു. ഓരോരുത്തരും 10-ലധികം ആക്രമണങ്ങൾ നടത്തി. ഹദരത്ത് ഇബ്നു മസ്ഊദും അവരിൽ ഉൾപ്പെട്ടിരുന്നു. അൻസാറുകളിൽ നിന്ന് ഹദരത്ത് അബു ദുജാന, ഹാരിസ ബിൻ നുഅ്മാൻ, സഅദ് ബിൻ ഉബാദ, അബു ബഷീർ, ഉസൈദ് ബിൻ ഹുസൈർ, അതുപോലെ മക്കക്കാരിൽ നിന്ന് ഷഹബ ബിൻ ഉസ്മാൻ എന്നിവർ ഉറച്ചു നിന്നു. സ്ത്രീകളിൽ നിന്ന് ഹദരത്ത് ഉമ്മ സുലൈം ബിൻത് മിൽഹാൻ, ഉമ്മ അമ്മാറ, നസീബ ബിൻത് കാബ്, ഉമ്മ ഹാരിസ്, ഉമ്മ സുലൈം ബിൻത് ഉബൈദ് എന്നിവരും യുദ്ധക്കളത്തിൽ നിലകൊള്ളുകയുണ്ടായി. സ്വഹാബി വനിതകളുടെ സ്ഥൈര്യത്തെക്കുറിച്ചും വന്നിരിക്കുന്നു. അബ്ദുല്ല ബിൻ അബൂബക്കറിൽ നിന്നും നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ഉമ്മ സുലൈം ബിൻത് മിൽഹാനെ കണ്ടു. അവർ അവരുടെ ഭർത്താവ് അബൂ തൽഹയുടെ കൂടെയായിരുന്നു. അവർ ഗർഭിണിയുമായിരുന്നു. ഒട്ടകം അവരെ താഴെ ഇടരുതെന്ന് അവർ ഭയപ്പെട്ടു. അതിനാൽ അവർ മൂക്കയറും കടിഞ്ഞാണും കൂട്ടിപ്പിടിച്ച് ഒട്ടകത്തിന്റെ തല അവരുടെ അടുത്തേക്ക് ചേർത്തു പിടിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
ഉമ്മു സുലൈമാണോ ഇത്? അവർ പറഞ്ഞു, അതെ അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തെണ്ടമാകട്ടെ. അവരുടെ കയ്യിൽ ഒരു കഠാരയുണ്ടായിരുന്നു. ഹദരത്ത് അബൂ തൽഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് ഉമ്മു സുലൈമാണ്, ഇവരുടെ കയ്യിൽ ഒരു കഠാരയുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഈ കഠാര എന്തിനാണ് പിടിച്ചിരിക്കുന്നത്? ഉമ്മു സുലൈം മറുപടി പറഞ്ഞു, ഞാൻ ഇത് എടുത്തത് അവിശ്വാസികളിൽ നിന്നും ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ അവൻ്റെ വയറ് കുത്തിപ്പൊളിക്കാൻ വേണ്ടിയാണ്. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. ഈ നിർണായക ഘട്ടത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ഹദ്റത്ത് ഉമ്മു സുലൈമിന് ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റയ്ക്കാക്കി ഓടിപ്പോയതിൽ എത്രയധികം ദുഃഖവും ദേഷ്യവും ഉണ്ടായിരുന്നെന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്താൽ വികാരഭരിതയായി അവർ അവിടുത്തോട് അപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് ശേഷം താങ്കളെ തോൽപ്പിച്ച തൊലക്ക, സ്വതന്ത്രരാക്കപ്പെട്ടവരെ വധിക്കണം. തൊലക്ക എന്നാൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബു അൻതുമുത് തൊലക്ക, ഇന്ന് നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപവുമില്ല, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ മോചിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് ദയ കാണിച്ചവരാണ്, പൊതുമാപ്പൽ ലഭിച്ചവരാണ്. അവരിൽ 2000 പേർ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തു. അവർ ശത്രുക്കളുടെ ശരവർഷം കണ്ട് ഓടിപ്പോയി. പഴയ സഹാബികളും പിന്നോട്ട് പോകാൻ അവർ പ്രേരിപ്പിക്കുകയുണ്ടായി. എന്തായാലും അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കെ പരാജയപ്പെട്ട ഈ തൊലക്ക ആയ ആളുകളെ വധിക്കണമെന്ന് ഉമ്മു സുലൈം പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഉമ്മു സുലൈം, തീർച്ചയായും അള്ളാഹു ശത്രുവിനെതിരെ മതിയായവനാണ്, അവൻ കാരുണ്യം കാണിച്ചിരിക്കുന്നു. മറ്റൊരു ധീരിയായ സ്വഹാബിയ ഹദരത്ത് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, ഹുനൈൻ യുദ്ധത്തിൽ ആളുകൾ ഓടിപ്പോയപ്പോൾ ഞങ്ങൾ 4 സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ മൂർച്ചയുള്ള ഒരു വാളും ഉമ്മു സുലൈമിൻ്റെ കയ്യിൽ ഒരു കഠാരയും ഉണ്ടായിരുന്നു. അവർ ആ കഠാര അവരുടെ അരയിൽ കെട്ടി തൂക്കിയിരുന്നു. അവർ ഗർഭിണിയുമായിരുന്നു. ഇതുകൂടാതെ ഹദരത്ത് ഉമ്മു സലീത്ത്, ഉമ്മു ഹാരിസ് എന്നിവരും അവിടെ ഉണ്ടായിരുന്നു. ഒരു വിവരണമനുസരിച്ച് ഹദരത്ത് ഉമ്മു അമ്മാറ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ അൻസാറുകളെ, നിങ്ങൾ പിന്തിരിഞ്ഞോടുകയോ? എന്തുപറ്റി? നിങ്ങൾക്ക് എന്തുപറ്റി? അവർ പറഞ്ഞു, ഞാൻ ഹവാസിൻ ഗോത്രത്തിലെ ഒരാളെ കണ്ടു. അവൻ പതാക ഉയർത്തി തവിട്ടു നിറമുള്ള ഒരു ഒട്ടകപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ മുസ്ലിങ്ങളുടെ പിന്നാലെ ഓടുകയായിരുന്നു. ഞാൻ അവൻ്റെ മുന്നിൽ ചെന്ന് അവൻ്റെ ഒട്ടകത്തിൻ്റെ കുതികാലുകളിൽ വെട്ടി. അപ്പോൾ ആ കുതിരക്കാരൻ പുറംതിരിഞ്ഞ് താഴെ വീണു. ഞാൻ അവനെ കടന്നാക്രമിച്ചു. അവൻ മരിച്ചു വീഴുന്നത് വരെ ഞാൻ എൻ്റെ വാൾ കൊണ്ട് അവനെ തുരുതുരാ വെട്ടി. പിന്നെ ഞാൻ അവൻ്റെ വാൾ കൈക്കലാക്കി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാൾ ഊരിപ്പിടിച്ച് യുദ്ധക്കളത്തിൽ നിലകൊള്ളുകയായിരുന്നു. ഞാൻ അവിടെ എത്തി. അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അല്ലയോ സൂറത്തുൽ ബഖറയുടെ സ്വഹാബികളെ. അങ്ങനെ അൻസാറുകൾ ആക്രമിച്ചുകൊണ്ട് തന്നെ തിരികെ വന്നു. ഹവാസിൻ ഗോത്രക്കാർ ഒട്ടകത്തിൻ്റെ പാൽ കറക്കുന്നത്ര സമയം മാത്രമേ സ്വഹാബികൾക്ക് മുന്നിൽ ഉറച്ചു നിന്നുള്ളൂ. അതായത് കുറഞ്ഞ സമയം മാത്രമേ അവർക്ക് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ആ ശത്രുക്കൾ തോറ്റ് തുന്നം പാടി. അവർ പറഞ്ഞു, ശത്രുക്കളുടെ ഇത്രയും വലിയ അപമാനകരമായ തോൽവി ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. അവർ 4 ഭാഗത്തേക്കും മുഖമുയർത്തി ഓടിപ്പോകുന്നുണ്ടായിരുന്നു. എൻ്റെ പുത്രന്മാരായ ഹുബൈബും അബ്ദുല്ലായും തടവുകാരായി എൻ്റെ അടുത്തേക്ക് തിരികെ വന്നു. തടവുകാരിയും എടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. ഹദരത്ത് അബൂ ബഷീർ മഅസനിയിൽ നിന്നും ഒരു നിവേദനം, ഹുനൈൻ യുദ്ധ ദിവസത്തിൽ ഞങ്ങൾ സുബ്ഹി നമസ്കരിച്ചു. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നിർത്തിയ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. സൂര്യോദയത്തോട് അടുത്ത സമയമായിരുന്നു അതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ശത്രുക്കൾ പെട്ടെന്ന് ഞങ്ങളെ കടന്നാക്രമിച്ചു. ഞങ്ങളുടെ സൈന്യത്തിൻ്റെ മുൻഭാഗം ഞങ്ങളുടെ അടുത്തേക്ക് തിരികെ ഓടി, പിറകോട്ടോടി. അവർ തോൽവി സമ്മതിച്ചിരുന്നു. ഞങ്ങളുടെ നിരകൾ ഇടകലർന്നു പോയി. ഞങ്ങൾ മുൻനിര സൈന്യത്തോടൊപ്പം തോൽക്കുകയുണ്ടായി. ഞാൻ തിരിഞ്ഞു മുന്നോട്ട് പോയി. ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിൻ്റെ മുൻനിരയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, അല്ലയോ അൻസാറുകളെ, എൻ്റെ മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ റസൂലിന് തണ്ടമായിരിക്കട്ടെ, നിങ്ങളിത് എവിടേക്കാണ് ഓടിപ്പോകുന്നത്? ഞാൻ തോറ്റ ആളുകളെ പിന്നോട്ട് തിരിക്കുകയായിരുന്നു. എൻ്റെ ശ്രമം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുരക്ഷിതമായി കാണുക മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷമെത്തി. അവിടുന്ന് അൻസാറുകളെ, അൻസാറുകളെ എന്ന് ഉറക്കി വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ കുതിരയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ പിന്നോട്ട് നോക്കിയപ്പോൾ അതാ അൻസാറുകൾ ഉടൻ തന്നെ തിരികെ വരുന്നു.
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുതിരപ്പുറത്ത് ശത്രുവിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. അൻസാറുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊണ്ടു. അങ്ങനെ അൻസാറുകൾ ശത്രുക്കളെ ഒരു ഫർസഖ്, അതായത് 3 മൈൽ ദൂരത്തേക്ക് തുരത്തി ഓടിച്ചു. അവർ മലയിടുക്കുകളിലേക്ക് ചിതറിപ്പോയി. അങ്ങനെ അവർ ഞങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. പിന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ താമസ സ്ഥലത്തേക്കും കൂടാരത്തിലേക്കും തിരികെ പോയി. തടവുകാരെ അവിടത്തേക്ക് ചുറ്റും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു സംഘം അവിടുത്തെ കൂടാരത്തിന് ചുറ്റുമുണ്ടായിരുന്നു. അവിടുത്തോടൊപ്പം അവിടുത്തെ ഭാര്യമാരായ ഹജരത്ത് ഉമ്മു സലമയും ഹജരത്ത് സൈനബും ഉണ്ടായിരുന്നു. ഒരു നിവേദനം അനുസരിച്ച് ഹജരത്ത് ഉമ്മു സലമയും ഹജരത്ത് മൈമൂനിയുമാണ് ഉണ്ടായിരുന്നത് എന്നും വന്നിരിക്കുന്നു. അവർക്ക് ചുറ്റും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു, കാവൽ പടയുണ്ടായിരുന്നു. അത് അബാദ് ബിൻ ബിഷർ, അബു നായില, മുഹമ്മദ് ബിൻ മസ്ലമ എന്നിവരായിരുന്നു. ഇബ്നു ഉഖബ വിവരിക്കുന്നു, ഖുറേഷി വ്യക്തിയായ സഫാൻ ബിൻ ഉമയ്യയുടെ അടുത്തുകൂടി പോയി എൻ്റെ അടുത്തോടെ വന്നു. അയാൾ അപ്പോഴും ബിംബാരാധകനായിരുന്നു. ഹുനൈൻ യുദ്ധം കാണാൻ കൂടിയതായിരുന്നു. അയാൾ പറഞ്ഞു, മുഹമ്മദിനും സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അനുയായികൾക്കും തോൽവി സംഭവിച്ചതിൽ നിനക്ക് സന്തോഷ വാർത്തയിരിക്കട്ടെ. ആദ്യത്തെ കടന്നാക്രമണം കണ്ട് അയാൾ അപ്രകാരം തോൽവിയുടെ വാർത്ത നൽകിയതായിരിക്കാം. പിന്നെ അയാൾ, അതായത് ആ മുശ്രിക് പറഞ്ഞു, ദൈവത്താണ്, ഇനി അവർ പൂർവ്വസ്ഥിതിയിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല, അതായത് അവർക്ക് ഇനി വിജയം ലഭിക്കുകയില്ല. അപ്പോൾ സഫ്വാൻ പറഞ്ഞു, നീ എനിക്ക് ബന്ധുക്കളുടെ, ഗ്രാമീണരുടെ വിജയം ആഘോഷിക്കാൻ സുവാർത്ത നൽകിയാണോ? ദൈവത്താണ്, ഒരു ഖുറൈശി നേതാവായിരിക്കുന്നത് എനിക്ക് ബന്ധുക്കളുടെ നേതാവായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിയങ്കരമാണ്. സഫ്വാൻ ഈ വാക്കുകൾ കേട്ട് ദേഷ്യപ്പെട്ടു. അയാൾ ഒരു അടിമയെ അന്വേഷണത്തിനായി അങ്ങോട്ടേക്ക് അയച്ചു. പറഞ്ഞു, കാതോർത്ത് കേൾക്കുക, ഇത് ആരുടെ കവിതയുടെ ശബ്ദമാണ് വരുന്നത്? കാരണം ആ സമയത്ത് മുദ്രാവാക്യങ്ങളുടെ ശബ്ദവും തുടങ്ങിയിരുന്നു. അയാൾ സഫ്വാനിലേക്ക് തിരികെ വന്നുകൊണ്ട് പറഞ്ഞു, അവർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. അല്ലയോ ബനു അബ്ദുറഹ്മാൻ, അല്ലയോ ബനു ഉബൈദുള്ള, അല്ലയോ ബനു അബ്ദുള്ള. അയാൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചിരിക്കുന്നു, ഇത് അവരുടെ യുദ്ധമുദ്രാവാക്യമാണ്. അത് കേട്ട് സഫ്വാനു സമാധാനമായി. അയാൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചിരിക്കുന്നു. ഈ യുദ്ധത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസികളുടെ നേരെ കല്ലെറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനെക്കുറിച്ചും ഒരു വിവരണം വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തിരുനബി പറയുകയുണ്ടായി, എനിക്കൊരു പിടി മണ്ണ് തരും, ഞാൻ അറിയാം. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. സ്വഹാബികൾ തിരികെ വന്നപ്പോൾ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കോവർ കഴുതപ്പുറത്തിരുന്ന് യുദ്ധം വീക്ഷിക്കുകയായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുൾ ചെയ്തു, യുദ്ധം വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു. നിവേദകൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൾ എടുത്ത് ശത്രുമുഖത്തേക്ക് എറിഞ്ഞു. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, കാബയുടെ നാഥനാണ് സത്യം, ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഹദരത്ത് അബ്ബാസ് പറയുന്നു, ഞാൻ നോക്കിയപ്പോൾ യുദ്ധം ഞാൻ കണ്ടതുപോലെ തന്നെ നടക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ആണ്. തിരുനബി കല്ലെറിഞ്ഞപ്പോൾ ഞാൻ കണ്ടു അവയുടെ വേഗത കുറഞ്ഞുകൊണ്ടിരുന്നു. ശത്രുക്കളുടെ ആക്രമണം മന്ദഗതിയിലായി. അതായത് അവയുടെ വിജയം പരാജയത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കോവർ കഴുതപ്പുറത്ത് 2 കാലുകളും ജീനിയിൽ ചവിട്ടി നിന്നുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അൻഷുദുക മാ വാതനി അല്ലാഹുമ്മ ലാ യംബഗി ലഹും അൻ യൽഹറു അലൈന. അതായത്, അള്ളാഹുവെ, നീ എന്നോട് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവെ, അവർ തങ്ങളെ തോൽപ്പിക്കുന്നതും ഞങ്ങൾ പരാജിതരാകുന്നതും തീർത്തും ഭൂഷണമല്ല. യസീദ് ബിൻ ആമിർ സുവായി ഹുനൈനിൽ അവിശ്വാസികളോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം വിവരിക്കുന്നു, ഹുനൈൻ്റെ സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് നിന്ന് ഒരു കൈ നിറയെ മണ്ണെടുത്തു. എന്നിട്ട് അവിശ്വാസികളുടെ നേരെ തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തിരികെ പോവുക, നിങ്ങളുടെ മുഖം കരുവാളിച്ചു പോകട്ടെ, അതായത് നിങ്ങൾ അപമാനിതരാകട്ടെ. ശേഷം അവർ ഏതെങ്കിലും സഹോദരനെ കണ്ടുമുട്ടുമ്പോഴൊക്കെ തങ്ങളുടെ കണ്ണുകൾ എരിയുന്നു എന്ന് പരാതിപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ കണ്ണുകൾ തിരുമ്മുമായിരുന്നു, അതായത് ശത്രുക്കളുടെ കണ്ണുകളിൽ നീറ്റൽ തുടങ്ങിയിരുന്നു.
ആ സമയത്ത് അവിടുന്ന് ദൽദൽ എന്നു പേരുള്ള ഒരു കോവർ കഴുത പുറത്തായിരുന്നു. ഷാബാ ബിൻ ഉസ്മാൻ ഒരു ഖുറൈശി പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഉസ്മാൻ ബിൻ തൽഹ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇയാൾ മക്കയിൽ നിന്ന് ഹുനൈൻ യുദ്ധ സൈന്യത്തിൽ ചേർന്നു. ചിലരുടെ അഭിപ്രായത്തിൽ മക്ക വിജയിച്ച സമയത്ത് ഇയാൾ മുസ്ലിമായി. അയാൾ തന്നെ പറയുന്നു, എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൊലപാതകത്തിന് പ്രതികാരമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുമെന്നും നൗസുബില്ല അങ്ങനെ എൻ്റെ മനസ്സിനെ ശാന്തമാക്കുമെന്നുള്ള ഒരു നിയത്തായിരുന്നു എനിക്ക് ആ സൈന്യത്തിൽ അണിചേരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇസ്ലാമിനോടുള്ള വിരോധം കാരണം അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മുഴുവൻ അറബികളും അജമികളും അനറബികളും മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമ ഏറ്റുചൊല്ലിയാലും ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പിന്തുടരുന്നതല്ല. മുസ്ലിങ്ങൾ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കം ചിലരോടൊപ്പം മാത്രം ഒറ്റപ്പെട്ടതും കണ്ടപ്പോൾ ഷാബ ചിന്തിച്ചു, എനിക്ക് അദ്ദേഹത്തെ വധിക്കാൻ ഇത് മികച്ച അവസരമാണ്. നൗസുബില്ല, ഞാൻ അദ്ദേഹത്തെ വധിക്കുന്നതാണ്. പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ വലതുവശത്ത് നിന്ന് ആക്രമിക്കാൻ മുന്നോട്ട് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പിതൃവിൻ അബ്ബാസിനെ അവിടെ നിൽക്കുന്നത് കണ്ടു. അബ്ബാസിന്റെ സാന്നിധ്യത്തിൽ മുഹമ്മദിനെ ആക്രമിക്കുന്നത് അസാധ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരികെ പോയി. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് പോയി അവിടെ നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ അബൂ സുഫിയാൻ ബിൻ ഹാരിസിനെ കണ്ടു. അവിടെ നിന്ന് ഞാൻ തിരികെ പോയി. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ ഉദ്ദേശിച്ചു. ആക്രമിക്കാനുള്ള ഉദ്ദേശത്തോടെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ കൈവച്ച് വേഗത്തിൽ പിന്നോട്ട് പോയി. തിരികെ വന്നു. പിന്നീട് അദ്ദേഹം വിവരിക്കുമായിരുന്നു, കൃത്യം ആ സമയത്ത് ഞാൻ തീജ്വാലകൾ ഉയരുന്നത് കണ്ടു. ആ തീജ്വാലകൾ എന്നെ ഭസ്മീകരിക്കുമെന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഷാബ, എൻ്റെ അടുത്തേക്ക് വരൂ. അദ്ദേഹം തൻ്റെ പിന്നിൽ നിൽക്കുന്നത് അവിടത്തേക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുത്തെ അടുത്തേക്ക് ചെന്നു. അവിടുന്ന് പുഞ്ചിരിച്ചു, എൻ്റെ നെഞ്ചത്ത് കൈ വെച്ച് തഴുകി. എന്നിട്ട് ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുമ്മ അദ്ഹിബ് അൻഹു ശൈത്താൻ, അതായത് അള്ളാഹു ഇയാളിൽ നിന്നും പിശാചിനെ അകറ്റുക. ഷാബ പറഞ്ഞു, അള്ളാഹു ആണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ ചെവികളെക്കാളും എൻ്റെ കണ്ണുകളെക്കാളും എൻ്റെ ജീവനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവനായി മാറി. എൻ്റെ നെഞ്ച് ശുദ്ധമായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബയോട് പറഞ്ഞു, അല്ലയോ ഷാബ, കാഫിറുകളോട് യുദ്ധം ചെയ്യുക. അദ്ദേഹം വിവരിക്കുന്നു, അപ്പോൾ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിക്കാൻ വേണ്ടി വാളെടുത്ത് ശത്രുക്കളുടെ നേരെ കുതിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്താൽ ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ പിതാവ് തന്നെ എൻ്റെ മുന്നിൽ വന്ന് പെട്ടാലും ഞാൻ അയാളെയും വധിക്കുമായിരുന്നു. ഈ സംഭവം ഹദരത്ത് മുസ്ലിം മൗദും അദ്ദേഹത്തിൻ്റെ ഇഷ്ടായ ശൈലിയിൽ വിവരിച്ചിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു സംഭവം ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു വ്യക്തി ബാഹ്യമായ നിലയിൽ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തത് യുദ്ധം തുടങ്ങിയാൽ തക്കം പാർത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷഹീദാക്കണം നൗസുബില്ല എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ആ വ്യക്തി വാൾ ഊരിയെടുത്തു. ആ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കായിരുന്നു. ഹദരത്ത് അബ്ബാസ് മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ആ വ്യക്തി അവസരം മുതലെടുത്ത് മുന്നോട്ട് വന്ന് ആക്രമിക്കാൻ ഉദ്ദേശിച്ചു. അള്ളാഹു തൻ്റെ ദൂതന് ഈ വ്യക്തിയുടെ ഉള്ളിൽ കാപട്യം അഥവാ ശത്രുതയുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. ആ വ്യക്തി തന്നെ പറയുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മുന്നോട്ട് പോയി. എൻ്റെ വാൾ അദ്ദേഹത്തിൻ്റെ ഗളച്ഛേദം, അതിൻ്റെ കഴുത്ത് ഛേദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ നേരെ കൈനീട്ടി എൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു ഈ വ്യക്തിയെ പൈശാചിക ചിന്തകളിൽ നിന്നും രക്ഷിക്കുകയും അവൻ്റെ വിദ്വേഷം അകറ്റുകയും ചെയ്യണമേ. ആ വ്യക്തി പറയുന്നു, എനിക്ക് തൽക്ഷണം അദ്ദേഹത്തെക്കാൾ പ്രിയപ്പെട്ട മറ്റൊന്നുമില്ല എന്നൊരു തോന്നലുണ്ടായി. അതിനുശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോവുക, മുന്നോട്ട് പോയി യുദ്ധം ചെയ്യുക. ഞാൻ എൻ്റെ വാൾ ഊരിയെടുത്തു. അള്ളാഹു ആണ്. ആ സമയത്ത് എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നുപെട്ടാലും ഞാൻ എൻ്റെ വാൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കുമായിരുന്നു. അതിന് ഞാൻ മടിക്കുമായിരുന്നില്ല. ആ ഒരു സ്നേഹമായിരുന്നു അയാളുടെ ശത്രുത ഇല്ലാതാക്കിയത്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹാനുരാഗം അദ്ദേഹത്തിൻ്റെ ശത്രുത പാടെ ഇല്ലാതാക്കി. യുദ്ധം കഴിഞ്ഞ ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടാരത്തിലായിരുന്നു.
അപ്പോൾ ഷാബാ ബിൻ ഉസ്മാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാനും കൂടിക്കാഴ്ച നടത്തുവാനുമായും വേണ്ടി വന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അലിയ ഷാബാ, ആ സമയത്ത് നീ ചിന്തിച്ചതിനേക്കാൾ നല്ലതാണ് അള്ളാഹു നിനക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളത്. പിന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബ ആ സമയത്ത് യുദ്ധക്കളത്തിൽ മനസ്സിൽ ഒളിപ്പിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. ഷാബ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തൻ്റെ ഗതകാല പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗഫറല്ലാഹു ലക, അള്ളാഹു നിനക്ക് മാപ്പ് നൽകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അതുപോലെ നുളൈർ ബിൻ ഹാരിസിന്റെ ദുരുദ്ദേശത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ശുഭ പര്യവസാനത്തെക്കുറിച്ചും വിവരിക്കുന്നു. മക്കയിൽ നിന്ന് ദുരുദ്ദേശത്തോടും ദുഷ്ടലാക്കോടും ഹുനൈൻ സൈന്യത്തിൽ ചേർന്നവരിൽ ഒരാളായിരുന്നു നുളൈർ ബിൻ ഹാരിസ്. ഇയാൾ ഖുറൈശി നേതാക്കളിൽ പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹം സ്വയം വിവരിക്കുന്നു, ഞാൻ എൻ്റെ ചില കൂട്ടുകാരോടൊത്ത് ഹുനൈനിലേക്ക് പുറപ്പെട്ടത് അവസരം കിട്ടുമ്പോൾ തന്നെ അവിശ്വാസികളുടെ സൈന്യത്തിൽ ചേർന്ന് ആക്രമണം നടത്താമെന്ന് കരുതിയാണ്, മുസ്ലിങ്ങളെ ആക്രമിക്കാമെന്ന് കരുതിയായിരുന്നു. തുടക്കത്തിൽ മുസ്ലിങ്ങൾ ചിഹ്നിച്ചെതിരിയപ്പോൾ ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷെ ഞാൻ തിരുമേനിയുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് കാണാനായത് തിരുമേനിക്ക് ചുറ്റും വെളുത്ത മുഖങ്ങളുള്ള ചില ആളുകൾ നിൽക്കുന്നതായിരുന്നു. അവർ എന്നോട് ഇവിടെ നിന്ന് ദൂരപ്പെടുക എന്ന് പറയുന്നുണ്ടായിരുന്നു. അവർ ശബ്ദത്തിൽ എത്രമാത്രം ഭീകരത ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ഭയന്ന് കിടുകിടാ വിറക്കാൻ തുടങ്ങി. കുറഞ്ഞ സമയം മാത്രമേ കഴിഞ്ഞുള്ളൂ. മുസ്ലിങ്ങൾ വീണ്ടും സംഘടിച്ച് ശത്രുക്കളെ ആക്രമിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് തിരികെ പോയി മരക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചു. ദിവസങ്ങളോളം ഞാൻ ഒളിച്ചു താമസിച്ചു. കാരണം ഞാൻ കണ്ടതിൻ്റെ ഭയം എന്നെ വിട്ടകലുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയെന്നും പിന്നെ അവിടെ നിന്ന് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ശേഷം റാനയിലേക്ക് പോയെന്നും എനിക്ക് വിവരം കിട്ടി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇപ്പോൾ ഇസ്ലാമിന് വിജയം ലഭിച്ചിരിക്കുന്നു, എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഞാനും നബി തിരുമേനിയുടെ സവിധത്തിൽ ഹാജരാകാം. അങ്ങനെ ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും ജിറാനയിലെത്തി മുസ്ലിങ്ങളിൽ ചേർന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നുളൈർ, ഇത് നീയാണോ? ഞാൻ പറഞ്ഞു, അതെ അടിയൻ ഹാജരാണ്. അവിടുന്ന് പറഞ്ഞു, നീ ഹുനൈനിൽ ഉദ്ദേശിച്ചതിനേക്കാൾ നിനക്ക് നല്ലതാണിത്. അതിൽ അള്ളാഹു നിനക്കും അതിനുമിടയിൽ തടസ്സമുണ്ടാക്കി. അതായത് അള്ളാഹു താങ്കൾക്കും താങ്കളുടെ ദുരുദ്ദേശത്തിനുമിടയിൽ തടസ്സം സൃഷ്ടിച്ചു. നുളൈർ വിവരിക്കുന്നു, ഞാനിത് കേട്ട് വേഗത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മുന്നോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമുണ്ടായിരുന്നെങ്കിൽ അവൻ എനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമായിരുന്നു. എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹു മസീദുഹു സുബാത്തൻ, അതായത് അള്ളാഹുവെ ഈ വ്യക്തിയുടെ സ്ഥിരചിത്തത വർദ്ധിപ്പിക്കണമേ. നുളൈർ പറഞ്ഞു, അള്ളാഹു ആണ്. അവിടുത്തെ ഈ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ഹൃദയം സ്ഥിരചിത്തതയുടെ കാര്യത്തിൽ ഒരു പാറ പോലെ ഉറച്ചു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് സന്മാർഗം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഹുനൈൻ യുദ്ധത്തിന് ശേഷം യുദ്ധമുതലുകൾ വിഭജിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി ഇസ്ലാം സ്വീകരിച്ച ഖുറൈശി നേതാക്കന്മാർക്ക് അവരുടെ മനസ്സ് വെക്കാനായി താലിഫെ കുലൂബിന് വേണ്ടി ഹൃദയങ്ങളെ ഇണക്കി ചേർക്കാൻ വേണ്ടി 100 ഒട്ടകങ്ങൾ വീതം നൽകി. അവരിൽ ഒരാളായിരുന്നു നുളൈർ ബിൻ ഹാരിസ്. അദ്ദേഹം വളരെയധികം ആത്മാഭിമാനം കാണിക്കുകയുണ്ടായി. ഇത് സത്യത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈമാനിൽ വിശ്വാസത്തിൽ സ്ഥൈര്യം നൽകാൻ നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ഒരു വ്യക്തി അദ്ദേഹത്തിന് അടുത്തേക്ക് വന്ന് പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് 100 ഒട്ടകങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെന്ന് സ്വീകരിച്ചാലും. അപ്പോൾ നുളൈർ അദ്ദേഹത്തോട് പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എൻ്റെ മനസ്സ് വെക്കാൻ വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ഒട്ടകങ്ങൾ സ്വീകരിക്കുന്നതല്ല. അതായത് അള്ളാഹുവിൻ്റെ കാരണത്താൽ ഞാൻ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നു, അതുകൊണ്ട് എൻ്റെ ഹൃദയം ഇണക്കേണ്ട കാര്യമില്ല, ഇത്തരം സ്വത്ത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അദ്ദേഹം സ്വയം തന്നെ പറഞ്ഞു, ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സ്വത്ത് ചോദിക്കുകയോ അതിനു വേണ്ടി അപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് തിരുനബിയുടെ സ്നേഹോപഹാരമാണ്, അതിനാൽ ഇത് നിരസിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ അദ്ദേഹം ഈ വിവരം കൊണ്ടുവന്നയാൾക്ക് ആ ഒട്ടകങ്ങളിൽ നിന്ന് 10 സമ്മാനമായി നൽകുകയും ബാക്കി തനിക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്തു. പിന്നീട് നുളൈർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, അള്ളാഹുവിനാണ് നന്ദി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ പിന്തുടർന്ന ഷിർക്കിൻ്റെ ബഹുദൈവാരാധനയുടെ അവസ്ഥയിൽ മരിക്കേണ്ടി വന്നില്ലല്ലോ.
അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വളരെ നല്ലതായിരുന്നു, നല്ല മുസ്ലിമായിരുന്നു. അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോയി. പിന്നീട് ജിഹാദിനായി സിറിയയിലേക്ക് പോയി. ഹിജ്റ വർഷം 15 യർമൂക്ക് യുദ്ധത്തിൽ ഷഹീദായി. ബാക്കി ഇൻഷാ അല്ലാ പിന്നീട് വിവരിക്കുന്നതാണ്. Alhamdulillah, 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 nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.